നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം മാറ്ററിൻ്റെ 3 ഫോമാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഫോമായ സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് സോളിഡ് എന്ന് ചോദിച്ചാൽ, സോളിഡ് ഈസ് എ റിജിഡ് ഇൻകംപ്രസിബിൾ സ്ട്രക്ചർ. സോളിഡ് എന്ന് പറയുന്നത് ഒരു റിജിഡാണ്, ഇൻകംപ്രസിബിൾ, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രക്ചറാണ്. വിച്ച് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഇനി സോളിഡ്സിനകത്ത് ഓരോ കമ്പോണൻസും അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസും ഇരിക്കുന്നത് എങ്ങനെയാണ്? ഡെഫിനിറ്റ് പൊസിഷനിലാണ്. അവർ ആ സ്ഥലത്ത് നിന്ന് മാറുന്നില്ല, ആ പൊസിഷനിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഓരോ മോളിക്യൂൾസിൻ്റെ ഇടയിലും ഒരു ഡെഫിനിറ്റ് ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അത് വളരെ ചെറിയ ഒരു ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ അവർക്കിടയിൽ ഒരു സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റത്തില്ല. സോ ദേ ആർ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ എന്ന് പറയാം. അപ്പോൾ എന്താണ് സോളിഡ് എന്ന് വെച്ചാൽ, സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം ആൻഡ് ഹാവ് റിജിഡ് സ്ട്രക്ചർ വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ ഇൻ നേച്ചർ. റിജിഡ് സ്ട്രക്ചർ ആണ്, അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ ഇൻ നേച്ചർ ആണ്. ഓക്കെ, അതാണ് സോളിഡ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോളിഡിനെ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ബേസിക്കലി സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. സോളിഡിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും രണ്ടായിട്ടാണ് നമ്മൾ ബേസിക്കലി സോളിഡ്സിനെ തിരിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ക്രിസ്റ്റലൈൻ, എന്താണ് അമോർഫസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് വെച്ചാൽ സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ഓരോ കമ്പോണൻറ്റും അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു റെഗുലർ പാറ്റേൺ ഓഫ് ഫാഷനിലാണ്. ഒരു റെഗുലർ അറേഞ്ച്മെൻറ്റിലാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. എന്നാൽ അമോർഫസ് സോളിഡ്സിനകത്ത് ഈ റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു ഫിക്സഡ് പാറ്റേൺ ഒന്നുമല്ല, അവർക്ക് തോന്നുന്ന മാതിരിയാണ് അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് വെച്ചാൽ എന്താ? സോളിഡ്സ് ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ പാറ്റേൺ. ആൻഡ് അമോർഫസ് സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഇറഗുലർ പാറ്റേൺ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും ഡിഫറൻസസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് വെച്ചാൽ, ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്താണ്? ഒരു റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. എന്നാൽ അമോർഫസ് സോളിഡ്സിന് ആ റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സോ നമുക്കത് ഒറ്റ വാക്കിൽ പറയാം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ലോങ് റേഞ്ച് ഓർഡർ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് വിളിക്കുന്നത് എന്താണ്? ലോങ് റേഞ്ച് ഓർഡർ ആണ്. എന്നാൽ അമോർഫസ് സോളിഡിനെ നമുക്ക് എന്ത് പറയാം? ഷോർട്ട് റേഞ്ച് ഓർഡർ. അമോർഫസ് സോളിഡ്സ് ആർ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയാം. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡർ ആണ്, അമോർഫസ് സോളിഡ്സ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ഫസ്റ്റ് ഡിഫറൻസ്. ഇനി അടുത്ത ഡിഫറൻസ് വെച്ചാൽ, പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ഇറഗുലർ വേയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നും കാണത്തില്ല. സോ നമുക്ക് പറയാം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഡെഫിനിറ്റ് ഷേപ്പ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. എന്നാൽ അമോർഫസ് സോളിഡ്സിന് ആ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, ഇൻഡെഫിനിറ്റ് ഷേപ്പാണ്. അമോർഫസ് സോളിഡ്സിന് ഇൻഡെഫിനിറ്റ് ഷേപ്പാണ് ഉള്ളത്. അമോർഫസ് സോളിഡ്സിന് ഇൻഡെഫിനിറ്റ് ഷേപ്പാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ലോങ് റേഞ്ച് ഓർഡർ ആണ്, അമോർഫസ് സോളിഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അമോർഫസ് സോളിഡ്സിന് അങ്ങനെ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഇനി അടുത്ത എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ എടുത്ത് രണ്ടായിട്ട് നമ്മൾ മുറിക്കാൻ പോവാം. അങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും ആ മുറിക്കുന്ന പോർഷനിൽ ഒരു സ്മൂത്ത് ക്ലീവേജ് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം എല്ലാം റെഗുലർ പാറ്റേണിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കൊരു സ്മൂത്ത് ക്ലീവേജ് കിട്ടും. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ രണ്ടായിട്ട് മുറിക്കുമ്പോൾ നമുക്കൊരു സ്മൂത്ത് ക്ലീവേജ് കിട്ടും. എന്നാൽ അമോർഫസ് സോളിഡിനെ മുറിക്കുമ്പോൾ അങ്ങനെ ഒരു സ്മൂത്ത് ക്ലീവേജ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ഡിഫറൻസ് ആയിട്ട് എഴുതാം. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു സ്മൂത്ത് ക്ലീവേജ് ആയിരിക്കും, സ്മൂത്ത് ക്ലീവേജ്. എന്നാൽ അമോർഫസ് സോളിഡ്സിനാകട്ടെ അങ്ങനെ ഒരു ക്ലീവേജ് ഇല്ല, ഇറഗുലർ ക്ലീവേജ്. അമോർഫസ് സോളിഡ്സിന് ഇറഗുലർ ക്ലീവേജ് ആണ് ഉള്ളത്. ഇനി അടുത്ത ഡിഫറൻസ്,
അടുത്ത ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഇങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് എല്ലാവർക്കും ഒരു ഫിക്സഡ് പൊസിഷനൊക്കെ ഉണ്ട്, നല്ല സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനൊക്കെയാണ്. സോ നമ്മൾ അതിനെ മെൽറ്റ് ചെയ്യാൻ പോവാം. മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിൽ അവർ മെൽറ്റ് ആവും. ഫോർ എക്സാമ്പിൾ ഐസ് 0 ഡിഗ്രി എന്ന് നമുക്ക് പറയാം, വാട്ടർ ബോയിൽ ആവുന്നത് 100 ഡിഗ്രി എന്ന് പറയാം. അങ്ങനെ ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിൽ അവർ മെൽറ്റ് ആവുകയും ചെയ്യും, ബോയിൽ ആവുകയും ചെയ്യും. എന്നാൽ അമോർഫസ് സോളിഡിനെ നമുക്ക് കറക്റ്റായിട്ട് 30 ഡിഗ്രിയിൽ അത് മെൽറ്റ് ആവും, അല്ലെങ്കിൽ 20 ഡിഗ്രിയിൽ അത് ബോയിൽ ആവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യത്തുള്ളൂ, മെൽറ്റ് ആവത്തുള്ളൂ, ബോയിൽ ആവത്തുള്ളൂ. സോ നമുക്ക് പറയാം ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എന്നാൽ അമോർഫസ് സോളിഡ്സിനാവട്ടെ വൈഡ് റേഞ്ച് മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്, വൈഡ് റേഞ്ച് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആണ്, അനൈസോട്രോപിക് ആൻഡ് ഐസോട്രോപിക്. അപ്പോൾ എന്താണ് അനൈസോട്രോപിക്, എന്താണ് ഐസോട്രോപിക് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കുറേ ഡയറക്ഷൻസ് ഉണ്ട്, എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻസ് ഒക്കെ. അപ്പം നമ്മൾ ഏത് ഡയറക്ഷനിലും ഈ ഒരു സോളിഡ് എടുക്കുക, ആ സോളിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ അതുപോലെ തന്നെ ചില കണ്ടക്ടിവിറ്റി പോലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഞാൻ മെഷർ ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിൽ മെഷർ ചെയ്താലും ഡിഫറൻറ്റ് വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപിക്. എന്നാൽ ഏത് ഡയറക്ഷനിൽ മെഷർ ചെയ്താലും എനിക്ക് സെയിം വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോട്രോപിക്. അപ്പം ഇതിനകത്ത് ആരാണ് അനൈസോ എന്ന് ചോദിച്ചാൽ ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപിക് ആണ്, ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപിക് ആണ്. അടുത്ത അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് ഐസോട്രോപിക് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ഡിഫറൻസ്. ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് ഓർഡർ ആണ്, അമോർഫസ് സോളിഡ് അപ്പോൾ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, അമോർഫസ് സോളിഡിന് ഒരു ഇൻഡെഫിനറ്റ് ഷേപ്പാണ് ഉള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡിന് സ്മൂത്ത് ക്ലീവേജ് ഉണ്ട്, എന്നാൽ അമോർഫസ് സോളിഡ് കാണിക്കുന്നത് ഇറഗുലർ ക്ലീവേജ് ആണ്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, അമോർഫസ് സോളിഡിന് വൈഡ് റേഞ്ച് ഓഫ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് ഉള്ളത്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ് അനൈസോട്രോപിക് ആണ്, അമോർഫസ് സോളിഡ് ഐസോട്രോപിക് ആണ്. ഈ ഡിഫറൻസ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ട്രൂ സോളിഡ് ആണെന്ന് പറയാം. എന്നാൽ അമോർഫസ് സോളിഡ് ആവട്ടെ സ്യൂഡോ സോളിഡ് ആണ്. അമോർഫസ് സോളിഡ് സ്യൂഡോ സോളിഡ് ആണ്, അല്ലെങ്കിൽ ഫോൾസ് സോളിഡ് ആണ്, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി അല്ലേ, അമോർഫസ് സോളിഡ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. നമുക്കറിയാം ലിക്വിഡ്സിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ് ഒഴുകാനുള്ള ടെൻഡൻസി. ലിക്വിഡ്സ് ആർ ദ ടെൻഡൻസി ടു ഫ്ലോ, ഒഴുകാൻ പറ്റും. സോ അമോർഫസ് സോളിഡ് എന്താണ്, ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആയതുകൊണ്ട് അവർക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ അവർ ഗ്രാജുവലി ഒഴുകും, ഫ്ലോ ചെയ്യും. ഓക്കെ, എത്രയാണ് നമ്മുടെ ഡിഫറൻസ്. സോളിഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് പാർട്ടാണ് ക്രിസ്റ്റലൈനും അമോർഫസും. അവർ തമ്മിലുള്ള ബേസിക് ഡിഫറൻസുമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ച് മാത്രമാണ്. സോ നമ്മൾ അപ്പോൾ അമോർഫസ് സോളിഡ് തീരുവാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തു നിന്ന് SCERT സയൻസിലെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലാസ് ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആണ്. ഗ്ലാസ് ഇസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് പറയാം ഗ്ലാസ് ഇസ് ആൻ അമോർഫസ് സോളിഡ്. ഗ്ലാസ് എന്താണ്, ഒരു അമോർഫസ് സോളിഡ് ആണ്. സോ ഗ്ലാസിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ട്, ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡ് ആണ്, ഗ്ലാസ്സിന് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ അതുകൊണ്ടാണ് ഗ്ലാസ് എന്തായത്, ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആയത്. ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ഓൾഡ് ബിൽഡിങ്സ്, പഴയകാല കെട്ടിടങ്ങളൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ വിൻഡോ പെയിൻസ്, ഗ്ലാസ് വിൻഡോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് പോർഷനൊക്കെ വളരെ തിന്നും ബോട്ടം വരുമ്പോഴത്തേക്കും വളരെ തിക്കുമാണ്. അതിൻ്റെ റീസൺ എന്ത് തന്നെയാണ്, ഗ്ലാസ് ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്. ഗ്ലാസ് ഗ്രാജുവലി എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും, മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റും, മുകളിൽ തിന്നാവും, താഴെ വരുമ്പോൾ തിക്കാവും. അത്രയാണ് നമ്മൾ ഈ പാർട്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോളിഡിൻ്റെ രണ്ട് ബേസിക് ഡിഫറൻസ്, ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റിയാണ്.
അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരെക്കുറിച്ച് മാത്രമാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റി മാത്രമാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആ 2 മോളിക്യൂൾസുകൾക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടും അതിനകത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഏത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനാണ് എന്ന് ബേസ് ചെയ്തിട്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 4 ഞാനിവിടെ എഴുതുകയാണ്. ഫസ്റ്റ് വൺ മോളിക്കുലാർ സോളിഡ്സ്. ഫസ്റ്റ് വൺ ആണ് മോളിക്കുലാർ സോളിഡ്സ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അയോണിക് സോളിഡ്സ്. തേർഡ് വൺ ഈസ് മെറ്റാലിക് സോളിഡ്സ്. And fourth one is covalent or network solid. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ based on the intermolecular force of attraction and based on the constituent particles divided into 4: molecular solids, ionic solids, metallic solids and covalent or network solids. First one molecular solids ഡിസ്കസ് ചെയ്യാം. നമ്മുടെ മോളിക്കുലാർ സോളിഡ്സ് ആ പേരിൽ തന്നെയുണ്ട്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. അപ്പോൾ മോളിക്കുലാർ സോളിഡ്സിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. ഇനി എത്ര ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പോളാർ മോളിക്യൂൾസ്, നോൺ പോളാർ മോളിക്യൂൾസ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. അപ്പം എന്താണ് പോളാർ, എന്താണ് നോൺ പോളാർ, എന്താണ് ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് നോക്കാം. പോളാർ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ HCl പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലോറിൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റമാണ്. ഹൈഡ്രജൻ ഇലക്ട്രോ നെഗറ്റീവ് അല്പം കുറവാണ്. സോ ഈ ബോണ്ടിൽ കളിക്കുന്ന ഇലക്ട്രോൺസുകളെ കൂടുതലും ഷെയർ ചെയ്യുന്നത് ക്ലോറിൻ ആയിരിക്കും. സോ ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഇവർ തമ്മിൽ ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും ഈ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം ഇവരെന്തായി മാറി? പൊളാരിറ്റി അച്ചീവ് ചെയ്യും. സോ ഇവർക്ക് ഡൈപോൾ ആയിട്ട് മാറി. ഇങ്ങനെ പൊളാരിറ്റി അച്ചീവ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് പോളാർ മോളിക്യൂൾസ്. അപ്പോൾ നമ്മുടെ മോളിക്കുലാർ സോളിഡ്സിനകത്ത് പോളാർ മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നതെങ്കിൽ ആ സോളിഡിനെ നമ്മൾ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് പറയും. അപ്പോൾ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതായിരിക്കും? 2 ഡൈപോളാണ്. ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും. അപ്പം മോളിക്കുലാർ സോളിഡ്സിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ്. പോളാർ മോളിക്കുലാർ സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആരാണെന്ന് ചോദിച്ചാൽ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. അവർക്കിടയിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ മോളിക്യൂളാണ് നോൺ പോളാർ മോളിക്യൂൾസ്. ഫോർ എക്സാമ്പിൾ H2. നമുക്ക് H2 കൺസിഡർ ചെയ്യാം. H2 കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബോണ്ടിൻ്റെ 2 സൈഡിലും ഇരിക്കുന്ന സിമിലർ ആറ്റംസ് ആണ്. അപ്പോൾ ഈ 2 സൈഡിലും സിമിലർ ആറ്റംസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിനെ തുല്യമായിട്ടായിരിക്കും 2 പേരും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പൊളാരിറ്റി ഒന്നും ഡെവലപ്പ് ചെയ്യത്തില്ല. അവരെപ്പോഴും നോൺ പോളാർ ആയിട്ടേ ഇരിക്കത്തുള്ളൂ. സോ അങ്ങനത്തെ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ മോളിക്കുലാർ സോളിഡ്സിൻ്റെ അടുത്ത ടൈപ്പാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. അപ്പം അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആരാണെന്ന് ചോദിച്ചാൽ നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. ലൈക്ക് H2, Cl2 പോലത്തെ നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. ഇനി അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ വാണ്ടർവാൾ ഫോഴ്സ് ആയിരിക്കും അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ മോളിക്കുലാർ സോളിഡ്സിൻ്റെ 2 ടൈപ്പ് പഠിച്ചു. പോളാർ മോളിക്കുലാർ സോളിഡ്സും നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സും. പോളാർ മോളിക്കുലാർ സോളിഡ്സിനകത്ത് പോളാർ മോളിക്യൂൾസ് ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും. ഇനി നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ആയിരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിനകത്ത് പേരിലുണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഹൈഡ്രജൻ ബോണ്ട്, നത്തിങ് എൽസ്. ഹൈഡ്രജൻ ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിനകത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ
അവിടുത്തെ അപ്പോൾ മോളിക്യൂൾസ് ആരാന്ന് ചോദിച്ചാൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും ചേർന്നുണ്ടാവുന്ന മോളിക്യൂൾ ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത് നമ്മുടെ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ലൈക്ക് H2O, NH3 പോലത്തെ മോളിക്യൂൾസ് ഒക്കെ ആയിരിക്കും ഇവിടെ വരുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. അപ്പം നമ്മൾ പഠിച്ചത് മോളിക്കുലർ സോളിഡ്സ് ആണ്. മോളിക്കുലർ സോളിഡ്സിനകത്ത് പോളാർ മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്, നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്. ഇതിനകത്ത് പോളാർ മോളിക്കുലർ സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആരാന്ന് ചോദിച്ചാൽ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. ലൈക്ക് HCl. അവിടുത്തെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും. ഇനി നോൺ പോളാർ മോളിക്യൂൾസ് ആണെങ്കിലോ നോൺ പോളാർ മോളിക്യൂൾസിനകത്ത് നോൺ പോളാർ മോളിക്കുലർ സോൾസിനകത്ത് നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഡൈപോൾ ഇൻട്രാക്ഷൻ അല്ല, പകരം വാണ്ടർവാൾ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ആയിരിക്കും. ഇനി ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ് എടുക്കുമ്പോഴോ H2O, NH3 പോലുള്ള മോളിക്യൂൾസ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും തമ്മിൽ ചേരുന്ന മോളിക്യൂളാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സിനകത്ത് വരുന്നത്. സോ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്? അയോണിക് സോളിഡ്സിനെ പറ്റിയാണ്. അപ്പം അയോണിക് സോളിഡ്സ് ആ പേരിലുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആണ്. ലൈക്ക് Na+, Cl-, Al3+, അങ്ങനത്തെ അയോൺസുകളാണ് നമ്മുടെ അയോണിക് സോളിഡ്സിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. അപ്പം അയോണിക് സോളിഡ്സിനകത്ത് അയോൺസ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ അയോൺസ് ആകുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണും നെഗറ്റീവ് ചാർജുള്ള ആനയോണും ഉണ്ട്. അപ്പോൾ കാറ്റയോണും ആനയോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സോ അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അയോൺസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഏതാ? മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിനകത്ത് നമ്മുടെ പേരിലുണ്ട് മെറ്റൽസ് അല്ലേ. മെറ്റൽസ് എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ട് ചെയ്യും. മെറ്റൽസ് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം എന്താ? അതിനകത്ത് കുറേ ഫ്രീ ഇലക്ട്രോൺസുകളുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്താണെന്ന് ചോദിച്ചാൽ എ പോസിറ്റീവ് അയോൺ സറൗണ്ടഡ് ബൈ എ സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഒരു പോസിറ്റീവ് അയോണിനെ ചുറ്റി കുറേ ഫ്രീ ഇലക്ട്രോൺസ് ഇരിക്കുന്നു, അതാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. അവിടെയും പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. സോ അടുത്ത ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൾസോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി ലാസ്റ്റ് വൺ, കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ബേസിക്കലി ആറ്റംസ് ആണ്. അപ്പോൾ ആറ്റത്തിനിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഇത് കൊവാലന്റ് ബോണ്ട്, സ്ട്രോങ് കൊവാലന്റ് ബോണ്ട് ആയിരിക്കും. സോ അതാണ് കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം, ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ടൈപ്പാണ് മോളിക്കുലർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. മോളിക്കുലർ സോളിഡ്സിനകത്ത് എന്തൊക്കെയുണ്ട്? പോളാർ മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്, നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്. ഇനി പോളാർ എന്ന് പറയുമ്പോൾ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്, ഡൈപോൾ ഇൻട്രാക്ഷൻ ആയിരിക്കും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നോൺ പോളാർ മോളിക്യൂൾസ് വരുമ്പോഴത്തേക്കും എന്താണ്? നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും അതിനകത്തുള്ള എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്. അവർക്കിടയിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത്? വാണ്ടർവാൾ ഫോഴ്സ്, വീക്ക് ആയിട്ടുള്ള വാണ്ടർവാൾ ഫോഴ്സ് ആണ്. ഇനി മൂന്നാമത്തെ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ് ആണ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റോട് ചേർന്നുണ്ടാകുന്ന ഒരു മോളിക്യൂൾ ആയിരിക്കും. അവർക്കിടയിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് അയോണിക് സോളിഡ്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആണ്. അയോൺസുകൾ തമ്മിൽ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് ഏതാ? മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് അയോൺ സറൗണ്ടഡ് ബൈ എ സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും. ഇനി അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത് തന്നെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. ഇനി അടുത്ത ടൈപ്പ് എന്ന് വെച്ചാൽ കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് ആണ്. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. സോ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കൊവാലന്റ് അല്ലെങ്കിൽ കൊവാലന്റ് ബോണ്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മോളിക്കുലർ സോളിഡ്സിനകത്ത് വരുമ്പോൾ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിളാണ് HCl, നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിളാണ് H2, ഹൈഡ്രജൻ ബോണ്ടിന് എക്സാമ്പിളാണ് നമ്മുടെ ഐസ് അല്ലെങ്കിൽ വാട്ടർ. ഇനി അയോണിക് സോളിഡ്സിന് എക്സാമ്പിളാണ് NaCl. മെറ്റാലിക് സോളിഡ്സ്, നമുക്ക് മെറ്റൽസ് അറിയാം അല്ലേ, അയൺ, കൊബാൾട്ട്, അതൊക്കെ എന്താണ്? മെറ്റാലിക് സോളിഡ്സ് ആണ്. കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സിന് എക്സാമ്പിളാണ് ഡയമണ്ട്. ഇല്ലേ, എർത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ആര്? ഡയമണ്ട്. സോ ഡയമണ്ട് ഏത് സോളിഡ് ആണെന്ന് ചോദിച്ചാൽ കൊവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്. ഈ സോളിഡ് സ്റ്റേറ്റിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പോർഷനാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത്.
അപ്പം സോളിഡിനെ നമ്മൾ ബേസിക്കലി ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും പിന്നെ ക്രിസ്റ്റലൈൻ്റെ ക്ലാസിഫിക്കേഷനുമാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഈ സോളിഡ് സ്റ്റേറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കൺസെപ്റ്റ്സും കുറച്ച് ടേംസിനെ പറ്റിയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.